മരണത്തിന്റെ ചുരുളഴിയുന്നു. തിരുവനന്തപുരം പാലോട് മരിച്ച നവവധുവിന്റെ ഭർത്താവിന്റെ സുഹൃത്തിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നതായി മൊഴി. മരണത്തിൽ 2 ദിവസം മുൻപ് കാറിൽ വെച്ച് ഭർത്താവ് അഭിജിത്തിന്റെ സുഹൃത്തായ അജാസാണ് ഇന്ദുജയെ മർദ്ദിച്ചത്. അഭിജിത്തും അജാസും പോലീസ് കസ്റ്റഡിയിലാണ്. ഇരുവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. വി വിനോദ വിവരങ്ങളുമായി ചേരും. അതിനു മുൻപൊരു പ്രതികരണത്തിലേക്ക്. മറ്റേ ചെന്റെ അളിയനായ അയാൾക്കും അത് ഇഷ്ടമല്ല. ഒരു കാരണവശാലും എന്റെ ചേച്ചി ഇങ്ങനെ ചെയ്യൂല. എന്ത് വിഷയമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയണതാണ്. 4 മാസമല്ലേ അയാൾ അങ്ങ് പോയിട്ട്. അത് ഇത്രയും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വീട്ടിൽ വരായിരുന്നു. നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാമെങ്കിലും ചെയ്യായിരുന്നു. എന്തിനാണ് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട്. അവരെ വീട്ടുകാർ തന്നെയാണ് കുഴപ്പം. പിന്നെ ആരും ഒന്നും ചെയ്യാതെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ മോളെ പിടിച്ചോണ്ട് 4 മാസമായി. 4 മാസമായിട്ട് മോള് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവളെ ദേഹത്ത് മൊത്തം മുറിവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ മോളെ ഭർത്താവ് അവളെ വെറുതെ വെച്ച് കെട്ടിത്തൂക്കി കൊന്നു. കൊലപാതകത്തിന് അവൻ്റെ പേരിന് കേസെടുക്കണം, അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മോള് 24 വർഷം ഞാൻ കൂടെ നിന്ന് പഠിപ്പിച്ച് അവളെ ഒരു നല്ല ഒരു ഉന്നതിയിലെത്തിച്ച് യമൻ എൻ്റെ മോക്ക് ഒരുപാട് കല്യാണമുണ്ട്. യമൻ ഫോൺ വഴി കല്യാണാനെ മൊത്തവും തെറ്റിച്ച് എൻ്റെ മോളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മരണപ്പെട്ട ഇന്ദുജയുടെ അച്ഛന്റെയും സഹോദരന്റെയും വാക്കുകളാണ് കേട്ടത്. വി വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ ഇന്ദുജയുടെ മരണത്തിൽ കൂടുതൽ ചുരുളകൾ അഴിയുകയാണ്. ഇപ്പോൾ ഇതാ ഭർത്താവിന്റെ സുഹൃത്തിൽ നിന്ന് ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റിരുന്നുള്ള വിവരങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഭവ്യ, ഇത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ഈ മർദ്ദനത്തിൽ പുതിയ ഒരാൾക്ക് കൂടി പങ്കുണ്ട്. അതായത് ഭർത്താവ് നേരത്തെ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന വീട്ടുകാരുടെ ആരോപണം. അതിനപ്പുറത്തേക്ക് ഭർത്താവിന്റെ സുഹൃത്ത് അജാസ് ആണ് ഏറ്റവും ഒടുവിൽ കുട്ടിയെ മർദ്ദിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കാറിനുള്ളിൽ വെച്ചായിരുന്നു മർദ്ദനം എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അഭിജിത്തും അജാസും സ്കൂൾ തലം മുതൽ ഒരുമിച്ച് പഠിച്ചു വന്നവരാണ്, സുഹൃത്തുക്കളാണ്. അജാസുമായി നേരത്തെ തന്നെ ഈ പെൺകുട്ടിക്ക് ഇന്ദുജയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അജാസിന്റെ നിർദ്ദേശത്തെ കൂടി തുടർന്നാണ് അഭിജിത്തുമായി വിവാഹത്തിന് പിന്നീട് ഈ പെൺകുട്ടി സമ്മതിച്ചത്. ഇതിന്റെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. പിന്നീട് മൂവരും കാറിൽ സഞ്ചരിക്കുകയും പാലോട് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് സഞ്ചരിച്ചുവെന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയിട്ടുള്ളത്. ആ കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ ടവർ ലൊക്കേഷൻ ഇതുവരെ ടൗണിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും മൊഴി ഇങ്ങനെയാണ്: അവർ പാലോട് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയും കാറിൽ വെച്ച് പെൺകുട്ടിയെ അജാസ് മർദ്ദിക്കുകയും ചെയ്തു എന്ന കാര്യമാണ്. ഈ മുറിപ്പാടുകളാണ് പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉള്ളതെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. മാത്രമല്ല, അഭിജിത്തിന്റെ അമ്മുമ്മ, അതായത് മരണം നടക്കുമ്പോൾ ഇതൊരു തൂങ്ങിമരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ മരണം നടക്കുമ്പോൾ അതിന് തൊട്ട് മുൻപ്, ഇങ്ങനെ മരിക്കുന്നതിന് മുൻപ് ഇന്ദുജ ആരെയോ ഫോൺ ചെയ്തിരുന്നു, ഫോണിൽ മറ്റാരുമായോ സംസാരിച്ചിരുന്നു എന്ന കാര്യം അഭിജിത്തിന്റെ അമ്മുമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് അജാസ് ആണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അജാസിനെ ഇന്ദുജ ഫോണിൽ വിളിച്ചിരുന്നു എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മൂവരും തമ്മിൽ പരിചയമുണ്ടായിരുന്നവരാണ്. അജാസ് ഏത് സാഹചര്യത്തിലാണ് ഇന്ദുജയെ മർദ്ദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.